കുഞ്ഞുങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞിന് വേണ്ടിയിട്ട് ഗേൾസ് തന്നെ നോ പറയും, അവർക്ക് ഇപ്പം പറ്റത്തില്ല എന്നൊക്കെ പറയും. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് 2 ദിവസം ലീവ് വരും. എന്തിനാ ഞാനൊരു സൈഡ് ബാഗ് ഇട്ട് ലോറി കയറി കാല് തല്ലി പിടിക്കാം, കൊച്ചിനെ പോയി നോക്കണം. സോ നൗ യു സ്റ്റാർട്ടഡ് എ ഫാമിലി ഓഫ് യുവർ ഓൺ. കുഞ്ഞുവാവയുണ്ട്. പോസ്റ്റ്മോർട്ടം ഒക്കെ ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ട്. അവിടെ നിന്നാണ് ഉടനടി ഉത്തരം. എനിക്ക് വൈ ഡിഡ് യു ബ്രിങ് ദ ബേബി? അവനെ കൊണ്ട് വന്ന ഇന്റർവ്യൂ നടക്കത്തില്ല, സത്യമായിട്ട്. അതാ കൊണ്ടുവരാൻ ഞാൻ. ആര് പോലെയാണ്? അദ്ദേഹം വലിയൊരു ഫോററാണ്. പണ്ട് അവിടെ ജനിക്കേണ്ട അവിടെ ജനിച്ചു പോയത്. ഞാൻ ഇവിടെ ഒന്നും ജനിക്കേണ്ടവരേ അല്ലടാന്നല്ലേ. എങ്ങനെ കോപ്പപ്പ് ചെയ്യുന്നു അപ്പോൾ? ഞാനിപ്പോ എന്നെ പോലെ ആക്കിയല്ലോ. കൃത്യം 10 മണിക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഉറങ്ങുന്ന പയ്യനായിരുന്നു. ഇപ്പൊ എത്ര മണിക്കാ ഉറങ്ങുന്നത് ചോദിക്കും? എത്ര മണിക്കാണ് ഉറങ്ങുന്നത്? ഉറങ്ങുന്നത് നമുക്ക് രാവിലെ 4:30-5 മണിയൊക്കെയാണ്. പ്രാഞ്ചേട്ടനിലെ ഇന്നസെന്റ് പറയുന്ന പോലെ എളുപ്പല്ലാട്ടാ. എങ്ങും അടങ്ങിയിരിക്കും. ഇപ്പം ഇവിടെ അടങ്ങിയിരിക്കടോ, കാലാട്ടല്ലേ, ആ തലയാട്ടും. എന്തെങ്കിലും ഒരു മൂവ്മെന്റ് എപ്പോഴും വേണം. ആക്ച്വലി ഇതേപോലെയുള്ള ജെന്റിൽമെന്നെ എല്ലാവർക്കും കിട്ടണം എന്നില്ല. ഫ്രം വേർ ഡിഡ് യു ഫൈൻഡ് ഹിം? ചേട്ടൻ അറിയിരുന്നോ ശീതളിനെ നേരത്തെ? ഞാൻ ആ മീഡിയയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വിനുവിനെ ഞാൻ ഫസ്റ്റ് കാണുമ്പോൾ വിനു ഭയങ്കര ഒരു എന്താ പറയാ, ഒരു റെബൽ ലുക്കാണ്. ഇങ്ങനെ നടക്കും. സിഗ്മ മെയിലാണോ ഉദ്ദേശിച്ചത്? അങ്ങനെ ഒരു കൈൻഡ് ഓഫ് പറയാൻ പറ്റുമോ? മേ ബി അല്ല, ഞാൻ ഇപ്പോഴത്തെ കൂടെ പറ്റില്ല. പ്രേമം പൊട്ടിയിട്ട് മറ്റേ സിഗ്മ അതൊന്നും അല്ല. പണ്ട് തൊട്ടേ പ്രേമമില്ല. ആദ്യമായിട്ട് പ്രേമിക്കുന്ന ആൾ ഇതാണോ ശരിക്കും? ആദ്യമായിട്ട് അവസാനമായിട്ടും. എക്സാം സമയത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞു, പ്രപ്പോസ് ചെയ്തു. ഞാൻ പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞു, ഞാൻ വഴിയൊക്കെ പോകും. വെൽക്കം ടു മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. സോ ഇന്ന് മോളിവുഡ് മിക്സിൽ നമ്മുടെ ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത് സ്വന്തം കഠിനാധ്വാനം കൊണ്ട് സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ഒരു യൂട്യൂബർ കപ്പിളാണ്. സോ ഓൺ ടു ദ ഷോ ലെറ്റ് മീ വെൽക്കം ശീതൾ, എൽസ ആൻഡ് വിനു ചേട്ടൻ. ഹലോ. ചേട്ടനെ നമുക്കൊന്ന് റെസ്പെക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് ചേട്ടനെ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പം എന്ത് പറയുന്നു, ഞാൻ നിങ്ങൾ ഇന്റർവ്യൂവിന് വരും എന്ന് വിചാരിച്ചപ്പോൾ ഐ വാസ് എക്സ്പെക്ടിങ് അരിമണി വിത്ത് യു. വൈ ഡിഡ് യു ബ്രിങ് ദ ബേബി? അവനെ കൊണ്ട് വന്ന ഇന്റർവ്യൂ നടക്കത്തില്ല, സത്യമായിട്ടും. അതാ കൊണ്ടുവരാൻ ഞാൻ. അവനെ കൂടെ ട്രാവലൊക്കെ ചെയ്ത് തുടങ്ങിയോ? നമ്മളൊരു 1-2 പ്രാവശ്യം നോക്കി, അടുത്തൊക്കെ കൊണ്ടുപോയി നോക്കി. പക്ഷെ ഇരിക്കും, പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കാൻ അവനെന്തോ ഒരു സെൻസ് ഉണ്ട്. നമ്മൾ കഴിക്കാൻ ഇരിക്കുമ്പോഴത്തേക്കും തുടങ്ങും. കരച്ചിൽ തുടങ്ങും. അതോടെ ഞങ്ങൾ നിർത്തി. ഇനി ഇന്റർവ്യൂരൊന്നും അവനെ കൊണ്ടുവന്നില്ല. പിന്നെ ഇപ്പൊ കാറിൽ നമ്മൾ കൊണ്ടുപോകുമ്പോ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുമ്പോ കുഞ്ഞിനെ ഹോൾഡ് ചെയ്യാൻ പാടില്ലല്ലോ, ബാക്കിൽ ഇരിക്കണം. എനിക്ക് വിനുവിന്റെ കൂടെ പോകുമ്പോ എനിക്ക് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണം. അല്ല, നിങ്ങൾ കാർ സീറ്റ് ഒക്കെ വാങ്ങിച്ച് ഇരിക്കത്തില്ല. പ്രശ്നം സോൾവ്. ഞങ്ങൾ കാർ സീറ്റ് വാങ്ങി, പക്ഷെ അവരിക്കില്ല. അപ്പൊ കുറച്ചും കൂടി തലയൊക്കെ ഒന്ന് ഉറച്ചിട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ. എപ്പോഴും ഭയങ്കര തലക്കനോ ആൾക്ക്, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അത് ആക്ച്വലി എന്താണെന്നറിയോ, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അവൻ വയറ്റിലുണ്ടായിരുന്നപ്പോൾ തൊട്ടിട്ടുള്ള ഒരു സമയം, ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, തേർഡ് മന്ത്, ഇപ്പോൾ അതാ 4th മന്ത്. നമ്മൾ വാവയുടെ ഒരു വളർച്ച ഇങ്ങനെ കാണുമ്പോൾ നമ്മളെ വീട്ടിലെ കുഞ്ഞിനടുത്ത് നമുക്ക് തോന്നുന്ന ഒരു സ്നേഹം പോലെ നമുക്ക് തോന്നുകയാണ്. എനിവേ, വെൽക്കം വൺസ് അഗൈൻ. വാവയുടെ കാര്യമൊക്കെ പറഞ്ഞാൽ കേട്ടോ പോയി. അപ്പൊ അച്ഛനും അമ്മയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് അവരോട് ചോദിക്കാം. അവൻ വലുതാകുമ്പോൾ അവനെ കൊണ്ട് ഒരു ദിവസം വരണം. അന്ന് ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നുണ്ടെങ്കിൽ അവനെ ഇന്റർവ്യൂ എടുക്കാം. ഓ അല്ല, എങ്ങനെയാ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ ഇരുന്നൊക്കെ തരുമോ കൊച്ചു? അതൊക്കെ ചെയ്തു. നമ്മള് മിക്കവരും എങ്ങനെ അഭിനയിപ്പിക്കും നമ്മൾക്ക് അറിയാൻ വയറ്റിലായിരുന്നപ്പോഴേ ട്രെയിനിങ് കൊടുത്ത് സെറ്റ് ആക്കിയതാണ്. അഭിമന്യുവിനെ മാതിരി അല്ലേ? ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞ കിടത്തുമ്പോ കുഞ്ഞു കരയല്ലോ കേട്ടാ, ഇപ്പൊ വരാതുകൊണ്ടല്ലോ നോക്കിട്ട് മിണ്ടത്തില്ല. പിന്നെ കുറെ നേരം മിണ്ടാണ്ടിരുന്നുള്ളൂ. ആര് പോലെയാണ്? ലൈക്ക് നമ്മൾ പറയില്ലേ ബേസിക് നേച്ചർ, വാശിയും ഇതൊക്കെ അച്ഛനെ പോലെ അമ്മയെ പോലെയോ? അതിനെന്ത് മറുപടി പറയും? നേച്ചർ ഒന്നും ആവാറങ്ങായിട്ടില്ല. 4 months ജസ്റ്റ് കംപ്ലീറ്റ് ആയേ ഉള്ളൂ. ചോദിക്കുവാണെങ്കിൽ കൂടുതൽ ടൈമും പകലുറക്കവും രാത്രി എഴുന്നേറ്റിരിക്കലുമാണ്. അപ്പൊ പറയാം ആണോ? അങ്ങനെയാണോ ശീതൾ? അങ്ങനെയാണ്. അദ്ദേഹം വലിയൊരു ഫോററാണ്. പണ്ട് അവിടെ ജനിക്കേണ്ട അവിടെ ജനിച്ചു പോയത്. ഞാൻ ഇവിടെ ഒന്നും ജനിക്കേണ്ടവരേ അല്ലടാന്നല്ലേ. നമ്മുടെ രാത്രി ഇദ്ദേഹത്തിന് പകലും, നമ്മുടെ പകൽ ഇദ്ദേഹം രാത്രിയുമാണ്. എങ്ങനെ കോപ്പപ്പ് ചെയ്യുന്നു അപ്പോൾ? ഞാനിപ്പോ എന്നെ പോലെ ആക്കിയല്ലോ. കൃത്യം 10 മണിക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഉറങ്ങുന്ന പയ്യനായിരുന്നു. ഇപ്പൊ എത്ര മണിക്കാ ഉറങ്ങുന്നത് ചോദിക്കും? എത്ര മണിക്കാ ഉറങ്ങുന്നത്? ഉറങ്ങുന്നത് നമുക്ക് രാവിലെ 4:30-5 മണിയൊക്കെ ആവും. എന്ത് ചെയ്യും നിങ്ങൾ ഇത്ര നേരം? വർക്കൗട്ടല്ലോ. ഞങ്ങള് വർക്ക് ചെയ്യും.
നമ്മൾ എഡിറ്റ് ബാക്കി വർക്കൊക്കെ ഞങ്ങൾ വെളുപ്പാങ്കാലത്ത് ചെയ്തിട്ട് പകല് ഞങ്ങൾ കിടന്ന് നല്ല സെറ്റ് ആയിട്ട് ഉറങ്ങും. അപ്പൊ നിങ്ങള് താമസിക്കുന്നിടത്ത് നിങ്ങൾ രണ്ടാളും വാവയും മാത്രമാണോ അതോ പേരൻസ് ഒക്കെ? പാരന്റ്സ് ഉണ്ട്, പപ്പയുണ്ട് അമ്മയുണ്ട് 2 പപ്പീസ് ഉണ്ട്. 2 പപ്പീസ്. ഇത്രയും പേര് കൂടിയിട്ട് ഒരു വീട്ടിൽ നിൽക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പകല് കിടന്നുറങ്ങുമ്പോ വീട്ടുകാർ ചോദിക്കത്തില്ല എന്തുകൊണ്ട് എഴുന്നേക്കുന്നില്ല? അവർക്ക് സൗകര്യം നമ്മൾ ഉറങ്ങുവാണെങ്കിൽ. അപ്പൊ കുഞ്ഞ് നിങ്ങളുടെ ഒപ്പം ആ സമയം കിടന്നുറങ്ങും? ഷിഫ്റ്റ് ആണ്. ഇപ്പൊ ഇത്ര മണിക്കൂറത്തേക്ക് ഞാൻ നോക്കുമെങ്കിൽ കുറച്ചു നേരത്തേക്ക് ഷിഫ്റ്റ് എടുത്ത് വീണു, പിന്നെ എന്റെ അമ്മ, അങ്ങനെയാണ്. പപ്പയ്ക്ക് മാത്രം ഷിഫ്റ്റ് ഇല്ല, പപ്പ ഓവറോൾ. നമുക്കൊക്കെ എപ്പോ ടയർഡ് ആവുന്ന പപ്പയെ നോക്കിയേക്കെന്ന് പറഞ്ഞാൽ പപ്പ ഓടി നടന്ന് നോക്കിക്കോളും, അല്ലെങ്കിൽ ഷിഫ്റ്റ് ആണ്. ഷിഫ്റ്റ് എല്ലാരും ഇങ്ങനെ അല്ലെങ്കിൽ നടക്കത്തില്ല. ഇന്നലത്തെ ഷിഫ്റ്റ് എനിക്കായിരുന്നു. 8:30 മണിയായി കൊച്ചെന്ന് ഉറങ്ങിയപ്പോ. 8:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ രാത്രി 8:30 ഉറങ്ങിയില്ലേ? രാത്രി 8:30 നമ്മൾ എന്തെടുക്കുമായിരുന്നു? നിങ്ങൾ ഷൂട്ട് ചെയ്യുമായിരുന്നു. നിങ്ങൾ രാവിലെ 8:30 ഉറങ്ങുന്ന കാര്യമാണ് പറഞ്ഞത്. പിന്നെ അല്ലാതെ ഞങ്ങൾക്ക് രാത്രി പരിപാടിയേ ഇല്ല, നമുക്ക് എല്ലാം രാവിലെ. ഇവര് ശരിക്കും മറ്റേ കോർപ്പറേറ്റ് ജോലിയൊക്കെ പറയുന്നത് എന്റെ ഷൂട്ട്. ഞാൻ വെളുപ്പിന് ഒരു 4:30 വരെ ഞാൻ നോക്കിയവനെ, അത് കഴിഞ്ഞിട്ട് ഇയാളെ ഏൽപ്പിച്ച് ഞാൻ പോയി കിടന്നു. മറ്റേ പ്രാഞ്ചേട്ടനിലെ ഇന്നസെന്റ് പറയുന്ന പോലെ എളുപ്പല്ലാട്ടാ. ഇതിപ്പോ ഞങ്ങൾ 2 പേരും നോക്കുന്നുണ്ടല്ലോ, പിന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ ഒറ്റയ്ക്ക് നോക്കുമ്പോ ബുദ്ധിമുട്ട് ഭയങ്കര. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. അങ്ങനെ അങ്ങ് ഒരു ഫ്ലോയിൽ അങ്ങനെ അങ്ങ് പോകുന്നില്ല, ഒരു താളല്ലേ എന്ന് പറയുന്ന പോലെ അല്ലേ? വിനിച്ചേട്ടനെ ആക്ച്വലി ശീതളിന്റെ കൂടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ ഒരു ഹസ്ബൻഡ് ഇതിനകത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ശീതളിനെ സ്റ്റാർട്ടിങ് ഫ്രം ടിക്ടോക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇൻഫ്ലുവൻസർ ആണ് ശീതൾ അല്ലേ? ആ സമയം തൊട്ടിട്ടേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അന്ന് ഇത്ര വണ്ണോ ഇല്ല, ലൈക്ക് വളരെ അല്ലേ അങ്ങനെ ഒരു എന്താ പറയാ, അല്ല ആ സമയത്തെ കുട്ടികളൊക്കെ ഇരിക്കുന്ന പോലെ അങ്ങനെ ഒരാളായിരുന്നു. ഐ റിമെമ്പർ കുറെ പിമ്പിൾസ് ഒക്കെ ആയിട്ട്. മിനിഞ്ഞാന്നല്ലോടാ നമ്മള് പഴയ വീഡിയോസ് എടുത്ത് കണ്ടത്. മിനിഞ്ഞാന്ന് തിരക്കിട്ട് ഷൂട്ട് ചെയ്യുക, അപ്പൊ ഭയങ്കര സ്ട്രെസ്. 3-4-5 വീഡിയോസ് ഒന്നിച്ചെടുക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ ഭയങ്കര സ്ട്രെസ് ആയിട്ടിരിക്കുക. കൊച്ചു ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കണതിന് മുമ്പ് വേണം. അപ്പൊ വേഗം വീണ് വന്നിട്ട് എടോ നമ്മുടെ അർച്ചീവില് ഞാൻ കുറച്ച് വീഡിയോസ് കണ്ട്. ഞാൻ പറഞ്ഞു എടാ അത് കാണാൻ പറ്റിയ നേരമാണ് ഇത്, വാ നമുക്ക് ഷൂട്ട് ചെയ്യാം. അത് കുഴപ്പമില്ല, ഒന്ന് റിലാക്സ് ആവുന്ന പറഞ്ഞാൽ അർച്ചീവിലെ വീഡിയോസ് കണ്ടിട്ട് ഞാനും അവനും ഈശ്വര ഭൂമി പളർന്നൊന്ന് താഴെ പോയിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും തോന്നാറുണ്ട് അല്ല? ഞാൻ അന്ന് ലീനായിരുന്നു, ഇന്ന് വണ്ണം വെച്ചത്. ഞാൻ ലൈക്ക് നമ്മളെല്ലാവരും ആ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ ഒരു അമ്മയൊക്കെ ആകുമ്പോൾ കടന്നു ഓണം ഗുഡ് നോട്ട് പറഞ്ഞതാ കേട്ടോ. അപ്പം ആ ഒരു സമയം തൊട്ടേ നമുക്ക് അറിയുന്നതാണ് ശീതളിനെ. അപ്പം തിരിച്ച് ഞങ്ങളോടൊക്കെ ഉള്ളൊരു സ്നേഹം എങ്ങനെയാണ്? നിങ്ങളോടുള്ള സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. അന്ന് കിട്ടിയതിന്റെ ഇരട്ടിയുടെ സപ്പോർട്ടിലല്ലേ ഇപ്പോ അത്രയും ഇതായിട്ടാ തരുന്നത്. എന്നെ ആദ്യം അക്സെപ്റ്റ് ചെയ്തു, പിന്നെ എന്റെ ഹസ്ബൻഡ് വന്നപ്പോ ആളെ അക്സെപ്റ്റ് ചെയ്തു, ഇപ്പൊ ഞങ്ങളുടെ കുഞ്ഞു വന്നപ്പോ കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്തു. നമുക്ക് വരുന്ന കമന്റ്സ് തന്നെ ഞങ്ങള് വിധൈൻ അല്ലെങ്കിൽ വിധു ബേബി എന്ന് പറയുമ്പോ അവർ സമ്മതിക്കത്തില്ല. വിധു അല്ല അരിമണി. ഇപ്പൊ നമ്മൾ അവനില്ലാത്ത വീഡിയോസ് ഞങ്ങൾ ഇടുമ്പോ അവനെയും കൂടെ കൂട്ടണം കേട്ടോ വീഡിയോസില്. ഞങ്ങൾ വിചാരിക്കുന്ന ഇപ്പൊ സാധാരണ ഞങ്ങൾ ചെയ്യുന്നത് 2 ചാനലുണ്ട് ഞങ്ങൾക്ക് യൂട്യൂബിൽ. ഒരെണ്ണം നമ്മുടെ ഡെയിലി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ മിനി വ്ളോഗ് ആയിട്ടാണ് ഇടുന്നത്. സോ അതില് ഞങ്ങള് ഹസ്ബൻഡ് വൈഫ് ആയിരുന്ന സമയത്തുള്ള വീഡിയോസ് ഉണ്ട്, പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ആ സമയത്തെ വീഡിയോസ്, കുഞ്ഞായപ്പോ ആ സമയത്തെ വീഡിയോസ്, അങ്ങനെ പോകുന്നത്. അപ്പൊ ഒരുപാട് അവനിങ്ങനെ ഇതിൽ കാണിക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് വരുമ്പോ ആൾക്ക് സബ്സ്ക്രൈബേഴ്സ് സമ്മതിക്കത്തില്ല. അവർക്ക് കുഞ്ഞിനെ കാണണം, കുഞ്ഞിനായിട്ടുള്ള വീഡിയോ ഇൻക്ലൂഡ് ചെയ്യണം എന്നാ പറയുന്നത്. സോ സപ്പോർട്ട് ആൾക്കാരുടെ എണ്ണം കൂടുന്തോറും കൂടി വരുന്നത്. ഈവൻ നമ്മുടെ പപ്പീസിനെ പോലും 1-2 വീഡിയോസ് കണ്ടില്ലേ അവർ ചോദിക്കും പപ്പീസിനെ എന്താ കാണിക്കാത്ത, അവരെ കൂടെ കാണിക്കണേ. അപ്പൊ ഓക്കെ ഇങ്ങനെ കമന്റ് വന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോസിൽ പപ്പീസിനെ കാണിക്കണം, അങ്ങനെ കാണിക്കും. അതെ അവര് ഭയങ്കര ഒരു ചെക്കിംഗ് ഓൺ സംഭവമാണ്. ഇതിപ്പോ നോക്കിക്കോ, ഈ ഇന്റർവ്യൂ വരുമ്പോ എല്ലാവരും ചോദിക്കും മരുമണി എവിടെ എന്ന്. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം അവര് തിരിച്ച് നിങ്ങളെടുത്ത് ചോദിക്കും. പോസിബിൾ അല്ല, ഒന്നാമത് ഇത്ര ലൈഫ്സിൽ കൊണ്ടൊന്ന് ഇരിക്കത്തില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കില്ല. മേ ബി ഞാൻ അവൻ വയറ്റിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഡാൻസ് ചെയ്തതിന്റെ ആയിരിക്കും എങ്ങും അടങ്ങിയിരിക്കത്തില്ല. ഇങ്ങനെ ഈ നമ്മുടെ നാട്ടിലെ പക്ഷെ നുളപ്പ് ഭയങ്കര അയ്യടാ എങ്ങും അടങ്ങിയിരിക്കില്ല. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു വെച്ചു കുറച്ച് പിന്നെ കാലാട്ടും, ഇവിടെ അടങ്ങിയിരിക്കടോ കാലാട്ടല്ലേ, ആ തലയാട്ടും, എന്തെങ്കിലും ഒരു മൂവ്മെന്റ് എപ്പോഴും വേണം. അതുപോലെ തന്നെ അവൻ നമുക്ക് എടുത്തുകൊണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റത്തില്ല. നമ്മള് വീട് മൊത്തം ചുറ്റി നടന്ന്, ഇപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഡാൻസ് ഒക്കെ ചെയ്യും എടുത്തോണ്ട് അവനെ, എങ്കിലേ പുള്ളിക്ക് ഉറക്കം വരത്തുള്ളൂ. വെറുതെ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഉറക്കം വരില്ല, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിരിക്കും. എന്റെ അമ്മ ഈ പ്രായത്തിൽ നന്നായിട്ട് ഡാൻസ് ചെയ്യും. അത് വേറൊന്നും കൊണ്ടല്ല, അത് ഞങ്ങൾ റീസെന്റ് മനസ്സിലാക്കിയതാ. കുഞ്ഞിനെ ഏൽപ്പിക്കുമ്പോഴത്തേക്കും പാട്ടൊക്കെ കുഞ്ഞു വെച്ചു, എനിക്ക് കുഞ്ഞുങ്ങളുടെ പാട്ടായിരിക്കും വെക്കുന്നത്. അപ്പോഴത്തേക്കും ആ പാട്ടിനൊപ്പം ഇപ്പം ഞാൻ ഡാൻസ് എന്ന് പറയുന്ന ബീറ്റിനനുസരിച്ച് കുഞ്ഞിനെ എടുത്ത് ഡാൻസ് ഒക്കെ ചെയ്ത് ചുവടൊക്കെ വെച്ച് ഉറക്കുന്ന കാണാം.
അങ്ങനെ ഉറക്കുന്നത്, അല്ലെ ഉറങ്ങത്തില്ല. ഒരു വാവേനെയൊക്കെ നോക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീം എഫേർട്ട് ആണെന്ന് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തോന്നി പോവുകയാണ് കേട്ടോ. ഒറ്റയ്ക്ക് നോക്കാൻ പറ്റും, പക്ഷെ അത് ഭയങ്കര സ്ട്രെസ്സാണ്. മെന്റലി ഫിസിക്കലി ഭയങ്കരമായിട്ട്. ഈ ഡെലിവറി കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പറയത്തില്ലേ, ഒറ്റയ്ക്ക് കുഞ്ഞിനെ നോക്കുമ്പോഴാണ് അതൊക്കെ വരുന്നത്. നമ്മള് ഫാമിലി ഒരു ടീമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഇഷ്യൂ ഉണ്ടാവത്തേ ഇല്ല. അതാ ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഷിഫ്റ്റ് വെച്ചാ നോക്കുന്നത്. കേൾക്കുന്നവർക്ക് എന്തുമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്ക് ആഫ്റ്റർ ഡെലിവറി വിനുവും അമ്മയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ആക്ച്വലി ശീതളിന്റെ അടുത്ത് കാണുമ്പോൾ ചോദിക്കണം എന്നുള്ള, കാരണം ഞാൻ പറയില്ലേ, നമുക്ക് നേരത്തെ തൊട്ട് അറിയുന്ന ഒരാളെ പോലെ തോന്നാം. സോ നൗ യു സ്റ്റാർട്ടഡ് എ ഫാമിലി ഓഫ് യുവർ ഓൺ, കുഞ്ഞുവാവയുണ്ട്, പോസ്റ്റ്മോർട്ടം ഒക്കെ ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ട്. അവിടെ നിന്നാണ് ഉടനടി ഉത്തരം. എനിക്ക് ശരിയാട്ടോ, നമ്മൾ എപ്പോഴും അമ്മമാരുടെ സൈഡാണ് കേട്ടിട്ടുള്ളത്. നൗ ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം ദ ഫാദർ. പറ ചേട്ടാ. അങ്ങനൊന്നുമില്ല. അപ്പം എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് ഫാമിലീസിൽ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞിന് വേണ്ടിയിട്ട് എന്താ ഗേൾസ് തന്നെ നോ പറയും, അവർക്ക് ഇപ്പം പറ്റത്തില്ല എന്നൊക്കെ പറയും. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ ഞാൻ പറയും അടുത്ത 5 കൊല്ലത്തേക്ക് പറ്റത്തില്ല, ഒരു രക്ഷയില്ല. കാരണം ഞാൻ ഉള്ളത് പറഞ്ഞാൽ ഇവനെ എടുത്തെടുത്ത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് കൂന് വന്നു. എനിക്കറിയാം ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എടുക്കാനായിട്ട്, കാരണം ഓൾറെഡി സ്റ്റിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയേ പറ്റുള്ളൂ. അച്ഛന്മാർക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്ന് ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ആക്ച്വലി ചുമ്മാ തമാശക്ക് പറഞ്ഞ കേട്ടോ, ആ ഒരു പേര് ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു എന്താ പറഞ്ഞേ, ഒരു അസുഖം എന്ന് പറയാൻ പറ്റില്ല, ഒരു വല്ലായ്മ നമുക്ക് തോന്നും ബോഡിക്കൊക്കെ. കാരണം ഉറക്കമില്ലായ്മയുണ്ട് ഭയങ്കരമായിട്ട്. പിന്നെ ഇവൻ നോക്കുന്നതിന്റെ സ്ട്രെസ്, ഇദ്ദേഹത്തിന് താഴെ നമുക്ക് വെച്ച് കിടത്താൻ പറ്റത്തില്ല, വെട്ടിക്കിടത്താൻ പറ്റത്തില്ല. അവൻ ഭയങ്കര കില്ലാടിയാ, നമ്മൾ എടുത്തോണ്ട് ഇങ്ങനെ നടന്നേ പറ്റൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇയാൾക്ക് പറ്റത്തില്ല, കാരണം ഓൾറെഡി സ്റ്റിച്ചൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞിനെ നോക്കാൻ ബുദ്ധിമുട്ടാണ്. സ്റ്റിച്ച് ഹീൽ ചെയ്യാൻ എനിക്ക് 2 മാസം എടുത്തു. അപ്പൊ ആ ഒരു ടൈമിലേക്ക് എടുക്കാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. എടുക്കാൻ പറ്റും, പക്ഷെ കമ്പാരിറ്റീവ്ലി ബുദ്ധിമുട്ടാണ് അത്. അപ്പൊ ആ സമയത്ത് എനിക്ക് എൻ്റെ ഏറ്റവും ഹയസ്റ്റ് റെക്കോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് രാത്രിയിൽ ഒരു 4-5 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഞാൻ നടന്നിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ എവിടെയെങ്കിലും ഒരു കൗച്ചിൽ പോയി ഇരിക്കുമ്പോഴത്തേക്കും കണ്ണൂർ നോക്കും, എന്നിട്ട് കരച്ചില്ല. വീണ്ടും എഴുന്നേറ്റ് നടന്ന് എന്തെങ്കിലും പാട്ടൊക്കെ പാടി കൊടുത്ത് ഇവനൊന്നും ഉറങ്ങുമ്പോൾ പിന്നെ ഒന്ന് ഞാൻ വന്നു ചാരുമ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും എഴുന്നേക്ക്. പക്ഷെ അപ്പൊ ആ ഗ്യാപ്പ് ഇയാൾക്ക് ഉറങ്ങാൻ പറ്റുമായിരുന്നു. ശീതൾ റെസ്റ്റ് എടുക്കുകയാണ് ആ സമയത്തല്ലേ. വേറൊന്നുമില്ല, നമുക്ക് മോർണിംഗ് ഷൂട്ട് ഉണ്ടായിരിക്കും സമയത്തൊക്കെ. ഷൂട്ട് കഴിയുമ്പോൾ തന്നെ മിക്കവാറും രാത്രിയാവും. അപ്പൊ അതിന്റെ ടെൻഷൻ, അതിന്റെ സ്ട്രെസ് എല്ലാം കഴിയുമ്പോഴത്തേക്കും പിന്നെ നോക്കാൻ പറ്റില്ല കുഞ്ഞിനെ ഒന്ന്. അപ്പൊ ഞാൻ ക്ഷീണിക്കുമ്പോഴത്തേക്കും ഞാൻ പോയി അമ്മയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൈമാറും. കുറച്ച് ഞാൻ വെളുപ്പിനെ ആയപ്പോഴത്തേക്കും കുഞ്ഞിനെ കൈമാറി ഞാൻ നേരെ ഒന്ന് ഡ്രസ് പോലും മാറിയിട്ടില്ല, നേരെ കമന്ന് കിടന്ന് ഒറ്റ ഉറക്കുമായിരുന്നു. അയ്യോ, പലപ്പോഴും അച്ഛന്മാരുടെ ഇതേപോലുള്ള ചെറിയ ചെറിയ എഫേർട്സ് നമ്മളെങ്ങും സംസാരിക്കാറില്ല, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാറില്ല. നമ്മളെപ്പോഴും അമ്മമാരെ പറ്റിയിട്ടാണല്ലോ പറയാ. എങ്ങനെയുണ്ട് മദർഹുഡ്? ഹൗസ് ഇറ്റ് ട്രീറ്റിംഗ് യു? അങ്ങനെ ചോദിച്ചാൽ ഒരു ദീർഘശ്വാസം എടുത്തിട്ട് പറയാൻ പറ്റും. ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ഇതാ ഉറക്കം ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്യും. പിന്നെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ആവുന്നു. അവനൊന്ന് കരയുമ്പോഴത്തേക്ക് അയ്യോ എന്തായിരിക്കും കരയുന്നത്, എവിടെയെങ്കിലും വേദന എടുക്കുന്നുണ്ടാവോ, അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷൻ. ഇപ്പൊ ഞങ്ങള് താഴെ നിന്ന് മുകളിൽ ആളെ ഉറക്കി കിടത്തിയിട്ട് താഴെ നിന്ന് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ 2-3 സെക്കൻഡിലൊക്കെയാണ് സ്റ്റെപ്പൊക്കെ ഓടി കയറി പെട്ടെന്ന് വരുന്നത്. അതൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്ന ഭയങ്കര ഒരു ചേഞ്ചാണ്. ഇപ്പൊ 4 മാസം മുമ്പ് വരെ എന്ന് വെച്ചാൽ എപ്പോ വേണേലും നമുക്ക് കിടന്നുറങ്ങാം, എവിടെ വേണേലും നമുക്ക് പോവാം. പെട്ടെന്നൊരു ചേഞ്ച് അല്ലേ വരുന്നേ. അതൊക്കെ ഇങ്ങനെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. അത് മാത്രമല്ല, ചില സമയത്ത് നമുക്ക് തോന്നും, ആക്ച്വലി ഞങ്ങൾ വീഡിയോ ഇറക്കിയതിനെ പറ്റി, നമുക്ക് തോന്നും ഇവൻ കരയുവാൻ തോന്നും, പക്ഷെ വെറുതെയാ. പുള്ളി നല്ല ഉറക്കമായിരിക്കും, പക്ഷെ നമുക്ക് തോന്നും, വെറുതെ തോന്നും നമുക്ക് വാവ കരയുന്ന പോലെ. അതപ്പോ ഞങ്ങൾ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കമന്റ് ബോക്സ് കണ്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെയുണ്ടല്ലേ. കുഞ്ഞിനെ നമ്മൾ ഉറക്കി കിടത്തുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തോന്നും, അയ്യോ കരയുന്നുണ്ടോ. അങ്ങനെ നമുക്ക് കരച്ചില് നമുക്ക് കേൾക്കുന്ന പോലെ തോന്നും. നോക്കുമ്പോ ആള് നല്ല ഉറക്കമായിരിക്കും. അത് എല്ലാ അമ്മമാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നമുക്ക് തോന്നും. പിന്നെ ഇപ്പൊ വേറെ സംഭവം പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോയിൽ മിക്കവാറും വരുന്ന കമന്റ് ആണ്, ഇതൊക്കെ നടക്കത്തില്ല. മേ ബി ഇപ്പം അച്ഛൻ കുഞ്ഞിനെ നോക്കുമ്പോഴത്തേക്കും ആ സംഭവം ചെയ്യുമ്പോഴത്തേക്ക് കൊണ്ടുവരുന്നത് ഇതൊക്കെ എന്തുവാ വെറുതെയാണ്. മേ ബി അത് അവരുടെ ലൈഫിൽ എന്തുവാ ഉണ്ടാവാത്തൊരു കാര്യമായിരിക്കും, പക്ഷെ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ പൊതുവെ ഇപ്പം ഞാൻ കണ്ടു വളർന്നെന്ന് വെച്ചാല്, ഒരു ആഘോഷം വരുമ്പോഴത്തേക്കും പെണ്ണുങ്ങൾ പൊതുവെ അടുക്കളയിൽ ഫുൾ ടൈം, ഗസ്റ്റ് വരുമ്പോഴത്തേക്കും അടുക്കളയിൽ തന്നെ അവർ നിൽക്കുന്നു, ആണുങ്ങൾ മാത്രം ഫ്രണ്ടിൽ കസേരയിൽ മറ്റേ കാല് കയറ്റിയും സംസാരിക്കുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു എനിക്ക് അതിന് ഇൻട്രസ്റ്റും ഇല്ല കാര്യത്തിൽ. ഞാൻ പറഞ്ഞു ഇപ്പോൾ വീട്ടിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒപ്പയിൽ ഇരുന്നേ പറ്റുള്ളൂ, ഇരുന്ന് അവരെന്ത് പറയാന്നോ കേക്ക്. കാരണം എനിക്കൊക്കെ 2 മൈൻഡാണ് ഉള്ളത്. ഇപ്പം ഞാൻ ഇപ്പം തോന്നാത്തൊരു ഇപ്പം മേ ബി ബിസിനസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, എനിക്ക് തോന്നുന്നൊരു കാര്യം നബിയൊക്കെ തോന്നുന്ന ചാൻസ് ഉണ്ട്, ഐഡിയാസ്. ഇപ്പം 2 പേരുടെ ആ ഒരു ബുദ്ധി വേണം, പക്ഷെ അത്
മേ ബി ഇപ്പോഴത്തെ ഒരു ജനറേഷൻ മാറുന്നുണ്ടായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു ഏജ് നോക്കുവാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ് എടുത്താൽ പോലും ആ ഒരു മാറ്റം അങ്ങനെ അങ്ങോട്ട് വന്നിട്ടില്ല ആർക്കും. അപ്പൊ അത് കാണുമ്പോൾ ആർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ആക്ച്വലി ഇതേപോലെയുള്ള ജെന്റിൽമെന്നെ എല്ലാവർക്കും കിട്ടണം എന്നില്ല. ഫ്രം വേർ ഡിഡ് യു ഫൈൻഡ് ഹിം? ഓഫീസിൽ നിന്നാണെന്ന് എനിക്കറിയാം. എനിക്ക് ആ കഥ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുകയാണ് വേണ്ടേ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ കുറച്ച് അധികം സമയം എടുക്കും. ആണോ? എന്തോരുണ്ട് ഇന്റർവ്യൂവിന്റെ ഡ്യൂറേഷൻ? അത് ഞങ്ങൾ പാട്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ്. അത് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓഫീസിൽ വെച്ചാണ് പരിചയപ്പെടുന്നത് 2019 ലിയോനിക്കുട്ടെ. അന്നപ്പം സ്റ്റാർ ആണ്, വീഡിയോസ് ഒക്കെ ചെയ്ത്. സ്റ്റാർ ആണെന്ന് വെച്ചാൽ വിനുവിനെ ഞാൻ പരിചയപ്പെടുമ്പോ എനിക്ക് ടിക്ടോക്കില് 75,000 ഫോളോവേഴ്സ് ആയിട്ടാണ്. ആ സമയത്ത് ഭയങ്കര ഹൈ ആട്ടോ. ആ സമയത്ത് വെച്ച് കൂട്ടുമ്പോൾ ഭയങ്കര ഹൈ ആണ്. ചേട്ടൻ അറിയിരുന്നോ ശീതളിനെ നേരത്തെ? ഞാൻ ഈ ഒരു ഫീൽഡിൽ എനിക്ക് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. എനിക്ക് അങ്ങനെ ടിക്ടോക്കിൽ മറ്റേ അക്കൗണ്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഒന്നും ഇടത്തില്ലായിരുന്നു ഞാൻ. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എനിക്ക് അതുമായിട്ടൊരു ബന്ധമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആ മീഡിയയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വിനുവിനെ ഞാൻ ഫസ്റ്റ് കാണുമ്പോൾ വിനു ഭയങ്കര ഒരു എന്താ പറയാ ഒരു റെബൽ ലുക്കാണ്. ഇങ്ങനെ നടക്കും. സിഗ്മ മെയിലാണോ ഉദ്ദേശിച്ചത്? അങ്ങനെ ഒരു കൈൻഡ് ഓഫ് പറയാൻ പറ്റുമോ? മേ ബി അല്ല, ഞാൻ ഇപ്പോഴത്തെ കൂട്ട് പറ്റിയില്ല. പ്രേമം പൊട്ടിയിട്ട് മറ്റേ സിഗ്മ അതൊന്നും അല്ല. പണ്ട് തൊട്ടേ പ്രേമമില്ലായിരുന്നു. ആദ്യമായിട്ട് പ്രേമിക്കുന്ന ആൾ ഇതാണോ? ശരിക്കും ആദ്യമായിട്ട് അവസാനമായിട്ടും. ഇപ്പം എന്റെ ഏറ്റവും വലിയ എന്റെ ഫ്രണ്ട്സ് തന്നെ സംഭവം ഉണ്ടായിരുന്നു. മറ്റേ എറിയാൻ മറ്റേ കൊടുക്കൂല അങ്ങനെ സംഭവം പറയും. ചില എന്നോട് എനിക്ക് ഒന്ന് ഇങ്ങനെ എക്സാം സമയത്ത് അങ്ങോട്ട് ഒരു പെൺകുച്ചു വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു പ്രപ്പോസ് ചെയ്തു. ഞാൻ പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞ് ഞാൻ വഴിയങ്ങ് പോയി. എത്ര പഠിക്കുമ്പോഴായിരുന്നു? ബികോ. അപ്പോഴോ? അപ്പൊ ഒരു കൊച്ചു ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് താങ്ക് യു പറഞ്ഞ? എന്റെ ആ സമയത്ത് എനിക്ക് ആ ഒരു മൈൻഡ് ഇല്ലായിരുന്നു. അതെന്താ? പല കാര്യങ്ങളുണ്ട്. താല്പര്യമില്ല. എനിക്ക് ഈ പ്രേമം എന്നുള്ള സംഭവത്തിൽ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. മേ ബി എന്റെ ഒരു ഇതിനു മുമ്പ് അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കണ്ടൊരു കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതും പറയാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. ഫാമിലി ഇഷ്യൂസ് അതൊക്കെ കൊണ്ട് ആൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എന്റെ മൈൻഡ് വെച്ചാല് ലവ് എന്ന കോൺസെപ്റ്റ് എനിക്ക് ഓക്കെ, ലവ് ഓക്കെ സമ്മതിക്കും. പക്ഷെ എനിക്കിപ്പം ഓക്കെ ഒരു പെണ്ണെ കണ്ട് പ്രേമിച്ച് അത് കഴിഞ്ഞ് അതിനെ കെട്ടിക്കൊണ്ടൊന്നും എന്റെ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. എന്റെ പ്ലാൻ വളരെ സിമ്പിൾ ആയിരുന്നു. 25 വയസ്സ് വരെ എവിടെയെങ്കിലും ജോലി ചെയ്യുക, കിട്ടുന്ന പൈസ കൊണ്ട് ഒരു എങ്ങോട്ടെങ്കിലും പോവാ. ട്രിപ്പ് എന്നല്ല, എങ്ങോട്ടെങ്കിലും പോവാ. ഇപ്പൊ ഈ ഫോറിനേഴ്സ് ചെയ്യുന്നുണ്ടല്ലേ, ഒരു സ്ഥലത്ത് പോയിട്ട് അവർ ജോലി ചെയ്യും, പൈസ ഉണ്ടാക്കിയിട്ട് പിന്നെ യാത്ര പോകും. എന്റെ സെയിം പ്ലാൻ ആയിരുന്നു. എവിടെങ്കിലും പോവാ, ജോലി ചെയ്യുക, ആ പൈസ സേവ് ചെയ്തിട്ട് അടുത്ത വർഷം വേറെ സ്ഥലത്ത് പോവാ. ഒരു വണ്ടർലെസ് ലൈഫ് ആണ് പ്ലാൻ ചെയ്തു വെച്ചത്. ബട്ട് ഗോഡ് ഹാഡ് ഡിഫറെന്റ് പ്ലാൻസ്. അങ്ങനെയുള്ള എന്നെ ഇവിടെ പിടിച്ച് കെട്ടിയിട്ട് 5 മണിക്കൂർ നടക്കണം. അല്ല, ഞാൻ പണ്ടൊക്കെ സ്വഭാവത്തിൽ ഞാൻ മറ്റേ നമ്മുടെ ദുൽഖറിന്റെ സിനിമയില്ലേ അതുപോലെ വീട്ടിൽ നിൽക്കത്തില്ല. മറ്റേ വൺ സൈഡ് ബാഗ് ഇട്ടുണ്ടല്ലോ, മറ്റേ ലോറിക്ക് കൈ കാണിച്ചിട്ട് കയറി. അങ്ങനെയായിരുന്നു സിമ്പിൾ. കഴിഞ്ഞ ആഴ്ച എന്നോട് ചോദിച്ചു എനിക്ക് 2 ദിവസം ലീവ് വരും. എന്തിനാ? ഞാനൊരു സൈഡ് ബാഗ് ഇട്ട് ലോറി കൈ കാല് തല്ലി പിടിക്കാം, കൊച്ചിനെ പോയി നോക്കണം. എനിവേ ബാക്ക് ടു 2019. അങ്ങനെ നടക്കുന്ന കാലം ഇവൻ അധികം മിണ്ടി പോലും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയൊന്നുമല്ല കേട്ടോ, ലുക്കൊന്നും ഇങ്ങനെയല്ല. ഒരു ഇവിടെ ഈ മുൾഗാനുണ്ട്, ഈ താടി ഇങ്ങനെ വെച്ച്, ഈ മീശ വെച്ചേക്കുവാ. താടിയില്ല, മുടിയൊക്കെ ഒരു ഇങ്ങനത്തെ കട്ടൊന്നുമല്ല, ഒരുമാതിരി പന്ന ഹെയർ കട്ടൊക്കെ ആയിരുന്നു. പക്ഷെ കാണുമ്പോ ഒരു ഈ ഹിന്ദി സിനിമയിലൊക്കെ ഉള്ള പയ്യന്മാരില്ലേ, അത് കണക്കായിരുന്നു വെച്ചാൽ നല്ല ഫെയർ ഒക്കെ ആയിരുന്നു. ഇങ്ങനൊന്നും അല്ല പറഞ്ഞത്. എന്നറിയാവോ, ഞാൻ ഫസ്റ്റ് ഉണ്ടല്ലോ ഈ മറ്റേ ബസ് സ്റ്റാൻഡിൽ മറ്റേ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ചോക്ലേറ്റ് പയ്യന്മാരുണ്ടല്ലോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. റോബിയോ ടൈപ്പ് ഇല്ലേ, അതാണ് ഉദ്ദേശിച്ചത്. അത് കുറെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, ആ സംഭവം ഒക്കെ ഉണ്ടല്ലോ. ഫസ്റ്റ് ലുക്ക്. പിന്നെ ഇവ മിണ്ടുന്നില്ല. അപ്പൊ ഇവനിത് മിണ്ടാത്ത, ആരോടും മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഭയങ്കര ജാടയായിരിക്കും. ശീതൾ അപ്പൊ അവിടെ ന്യൂ ജോയിൻ ആയിട്ട് പോയിരിക്കുകയാണ്. ഞാൻ ചെല്ലുമ്പോ ആളവിടെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഭയങ്കര ജാടയായിരിക്കും, ഫസ്റ്റ് ഡേ അല്ലേ, മിണ്ടുന്നില്ല. ഞാൻ നോക്കുമ്പോ ഇവ ആരോടും മിണ്ടുന്നില്ല. ഇങ്ങനെ ഗ്യാങ് ആയിട്ട് ഇരിക്കുന്ന കൂട്ടത്തിൽ ആള് പോയിരിക്കും, അവനവന്റെ കാര്യം നോക്കും, വർക്ക് ചെയ്യും, കറക്റ്റ് സമയത്ത് പോയി ഫുഡ് കഴിക്കും, തിരിച്ചു വരും, വർക്ക് ചെയ്യും, കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്കും പോകും. ഇതാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര ജാടയാ. അപ്പൊ പിന്നീട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായ എന്നെ ഇവൻ ജാടയാന്ന് വിചാരിച്ചത്. കാരണം ഞാൻ 75,000 ഫോളോവേഴ്സ് ആയിട്ടാണല്ലോ ചെല്ലുന്നത്. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആള് ഞാനാ. ഒബ്വിയസ്ലി എനിക്ക് ജാടയാണെന്നാണ് ഇവരും വിചാരിച്ചത്. മിണ്ടുന്നില്ല. അപ്പൊ ഓഫീസിൽ ചെന്ന് കയറി അവിടത്തെ ഇങ്ങനെ കുറച്ച് ഗ്യാങ് സെറ്റപ്പ് ഒക്കെ ആയപ്പോ എനിക്ക് ആ ഗ്യാങ്ങിലോട്ടൊന്നും കയറാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഒറ്റപ്പെട്ട്, ഞാൻ മാത്രമല്ല പുതിയതായിട്ട് വരുന്ന എല്ലാ ആൾക്കാരും, അവിടെ പഴയ ആൾക്കാരൊന്നും ഗ്യാങ്ങിൽ കയറ്റുന്നില്ല. അവിടുത്തെ ഒരു പൊളിറ്റിക്സ് ഒക്കെ ആയിട്ട് ആരും ഇല്ലാണ്ട് ഒറ്റപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ പറന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കണം. ആരെങ്കിലും വേണം എനിക്കിങ്ങനെ സംസാരിക്കാൻ. ഞാനിങ്ങനെ ഭയങ്കര ഇതായിട്ട് ഒന്നുമില്ല, വീഡിയോ ചെയ്യാ, പിന്നെ വെറുതെ ഇരിക്കുക. എനിക്കങ്ങ് മടുത്ത്.
അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും ഒരു ദിവസം വൈകുന്നേരം ചായ കുടിച്ചിട്ട് എന്തോ ചായയുടെ മെഷീനോ എന്തോ വർക്ക് ചെയ്യാണ്ടായപ്പോഴത്തേക്കും ഞാൻ തിരിഞ്ഞപ്പോൾ ഇവനെ അടുത്തുനിന്ന് വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഡൗട്ട് ചോദിച്ചപ്പോൾ ഒന്ന് വാതോർന്ന് മിണ്ടി ആദ്യമായിട്ട് അപ്പൊ ഒന്ന് മിണ്ടി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കമ്പനി. അപ്പൊ ഇവൻ മാർക്കറ്റിംഗ് ടീമാണല്ലോ. അപ്പൊ അവിടെ എന്താ ചെയ്തോണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഈവനിങ് ആകുമ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് ടീമിന് അയച്ചു കൊടുക്കണം ഇവർക്കത് പ്രൊമോട്ട് ചെയ്യാൻ. അപ്പൊ ഞാനത് കൃത്യമായിട്ട് അയച്ചു കൊടുക്കും. കാരണം എനിക്ക് ഒന്നാമതൊരു പണിയില്ല, വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കണം. സോ ഞാൻ കൃത്യമായിട്ട് അയക്കും. എന്റെ വീഡിയോ മാത്രമേ ആൾക്ക് കിട്ടുന്നുള്ളൂ, വേറെ ആരും അവിടെ കൃത്യമായിട്ട് അയക്കുന്നില്ല. ബാക്കി ഞാൻ ഡെയിലി ചോദിക്കണം, എനിക്ക് ഡെയിലി ചോദിക്കണം. പക്ഷേ അടുത്ത് ഞാൻ ഒറ്റ പ്രാവശ്യം ചോദിച്ചുള്ളൂ, പിന്നെ ഡെയിലി എനിക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പൊ നല്ല വെച്ചാൽ ഇഷ്ടപ്പെട്ട് അപ്പൊ എന്റെ അടുത്ത് മിണ്ടി. ആ ഒരു കൃത്യനിഷ്ഠത കണ്ടിട്ടാണോ ഇത്രയും ലൈക്ക് 25 വർഷവും ഒരു ഗേൾ ഫ്രണ്ടും ഇല്ലാതെ ഒരാള് ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് അക്സെപ്റ്റ് ചെയ്യാനുണ്ടായിട്ടുള്ള കാരണം? അങ്ങനല്ല, അക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ കണ്ടു, 2019 പരിചയപ്പെട്ടിട്ട് 2 കൊല്ലം എടുത്തു ഞങ്ങള് ഇങ്ങനെ ഒരു ലൈഫ് വേണമെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട്. അതുവരെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. ഈ 2 വർഷം നിങ്ങൾക്ക് ഒരു പ്രണയം എന്നുള്ളൊരു തോട്ട് പോലും ഉണ്ടായിട്ടില്ല? ശരിക്കും ഫ്രണ്ട്ഷിപ്പിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ എന്നിട്ട് പിന്നെ എപ്പോഴാണ് ആരാണ് ബോംബ് പൊട്ടിച്ചത്? എല്ലാം മാറുന്നത് ഒറ്റ ആഴ്ച. അതെടാ. ഓ അത് ഏതാഴ്ച എന്തായിരുന്നു ആ സംഭവം? ആ ആഴ്ചയിൽ എനിക്ക് ഇങ്ങനെ കല്യാണാലോചന വന്നു വീട്ടിൽ. അപ്പോ എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കല്യാണാലോചന വന്നപ്പോ ഒരു ടീം കണ്ടപ്പോ അവർക്ക് ഇനി കല്യാണം കഴിഞ്ഞാൽ വീഡിയോസ് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പപ്പയോട് പറഞ്ഞു, പപ്പ എനിക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്, ഇത് ചെയ്യുന്നത് കൊണ്ട് എന്താ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല, തുടക്കം തന്നെ ഒരു നോയിലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്, വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും വീട്ടിലിങ്ങനെ കുറച്ച് പേര്, വിനു നല്ല പയ്യനല്ലേ, ഞങ്ങളുടെ ക്ലോസ് റിലേറ്റീവ് പറഞ്ഞു, വിനു നല്ല പയ്യനല്ലേ, ആലോചിച്ചൂടെ? വേറൊന്നുമല്ല, ഇയാടെ എല്ലാവരുടെ ബന്ധുക്കളോട് ഞാൻ പോകാറുണ്ട്. ഞാൻ അവിടെ സ്ഥിരം കുറ്റിയാ, പറഞ്ഞിട്ട് കാര്യമില്ല. അതെങ്ങനെ അറിയും ബന്ധുക്കരെ? നമ്മള് ഫ്രണ്ട്സ് ആണല്ലോ, ഒബിയസ്ലി ഫ്രണ്ട്സ് ആകുമ്പോ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെല്ലുമല്ലോ. അപ്പൊ എന്റെ വീട്ടിലെ എല്ലാവർക്കും, റിലേറ്റീവ്സിനും അടക്കം എല്ലാവർക്കും അറിയാം, വിനുവിനെ അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പൊ നല്ല പയ്യനാണ്, ആളുടെ സ്വഭാവം എന്ന് വെച്ചാൽ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. എന്ന് വെച്ചാൽ മുഖത്ത് നോക്കി കാര്യം പറയും. അങ്ങനത്തെ ആൾക്കാരെ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇഷ്ടമല്ല. ശത്രുക്കൾ ഒരുപാട് ഉണ്ടാവും, ഫ്രണ്ട്സ് അധികം ഉണ്ടാവുകയില്ല. സെയിം വിരലുണ്ടാവുന്ന ഫ്രണ്ട്സേ ഉള്ളൂ. അപ്പൊ ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടപ്പോ എന്നോട് ചോദിച്ചു, നല്ല പയ്യനല്ലേ, നമുക്കൊന്ന് ആലോചിച്ചൂടെ? അപ്പൊ ഞാൻ കല്യാണോ അവനെയാ? അപ്പൊ പെട്ടെന്നാണ് ഒരു തോട്ട് വന്നത്. അപ്പൊ ഞാൻ വിളിച്ച് ഡിസ്കസ് ചെയ്തു. ഒബിയസ്ലി ഞങ്ങൾ ആ സമയത്ത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഇവനാണ് എന്റെ ക്രൈം പാർട്ണർ. എല്ലാ ഉഡായ്പനും എന്റെ കൂടെ നിന്നു. കൂടുതലും ഞാനാണ് ഉഡായ്പ ചെയ്യാറ്, അതിൽ കൂടെ നിൽക്കും. മറ്റേ ഉണ്ണി ഇടപെടടാ. അപ്പൊ അങ്ങനെ ഞാൻ ചോദിച്ചു ഞങ്ങൾ ഇങ്ങനെ ഇരുന്നൊരു 1-2 മണിക്കൂർ സംസാരിച്ചപ്പോ ഞങ്ങൾ പിന്നെ ലോജിക്കലി ആലോചിച്ചപ്പോ ഓക്കെയാണ്. നമ്മളൊരു ലൈഫ് പാർട്ണർ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയണം, നമ്മളെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ഇതാണെന്ന് നോക്കിയപ്പോ ഓക്കെ, നമ്മൾ ഓക്കെയാണ്, നമ്മൾ ഒന്നിച്ച് ഫ്യൂച്ചറിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ഓക്കെ ആയിരിക്കോടാ, നമുക്കെന്നാ അങ്ങനെ ചെയ്യാം, എന്തായാലും വീട്ടിൽ ചോദിച്ചതല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഡിസൈഡ് ചെയ്തു. വീട്ടിൽ പറഞ്ഞു. എന്റെ വീട്ടിൽ ഓക്കെ ആയിരുന്നു, വിനുവിന്റെ വീട്ടിൽ എതിർപ്പായിരുന്നു. പിന്നെ അത് പറഞ്ഞു, പിന്നെ വിനുവിന്റെ വീട്ടിൽ വിനുവിന്റെ ഇവന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിനു തന്നെയാണ്, എന്നെ പോലെയല്ല. ഞാൻ ഫാമിലിയിൽ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. വിനുവിന്റെ കാര്യം വിനു തന്നെ ഡിസൈഡ് ചെയ്യുന്നത്. വിൻചേട്ടന്റെ വീട്ടിൽ എന്താ ഒരു എതിർപ്പ് വരാൻ കാര്യം? കാരണം ഫേമസ് ആയിട്ടുള്ള കുട്ടി, നല്ല വീട്ടുകാര്, അവർക്ക് പൊതുവെ എന്താ പറയുന്നത്, ഒറ്റ മോനാണ്. അപ്പൊ പിന്നെ അവരുടെ കുറച്ച് പണ്ട് തൊട്ട് അവരുടെ പ്രിൻസിപ്പിൾസും വിനുവിന്റെ പ്രിൻസിപ്പിൾസും ഒന്നിച്ച് പോകാറില്ല, ഒത്തുപോകാറില്ല. അതുകൊണ്ടാ ഞാൻ പണ്ട് തൊട്ടേ ഈ പറഞ്ഞ റിബൽ ചൈൽഡ് ആണ്, പറഞ്ഞ കാര്യമില്ലത്. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ഇപ്പം അങ്ങോട്ട് പോയിട്ട് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആയിരിക്കും എന്തുകൊണ്ട് അങ്ങോട്ട് പോരെന്ന് പറഞ്ഞു, അവിടെ എന്താ പ്രശ്നം, അല്ലെങ്കിൽ ഈ പ്രശ്നം ആര് കണ്ടു, അതിന്റെ പുറകെ ഒരു 100 ചോദ്യം എനിക്കുണ്ട്. അത് സ്കൂളിലും അങ്ങനെ കോളേജിലും അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ ആർക്കും ഒരു ഇഷ്ടമല്ലതാരും. എന്നുവെച്ചാൽ ഒത്തിരി ക്വസ്റ്റ്യൻ ചെയ്യാൻ കൂട്ടിയാൻ, അങ്ങനെ ചെയ്യാൻ പാടില്ല, എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല, എന്ത് റീസൺ ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജോലി നീ ചെയ്യരുത്, എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇപ്പൊ പറയണം ഈ ജോലി ആരും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പാടുന്നുള്ളൂ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ തിരിച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോപ്പർ നമുക്കൊരു റീസൺ കിട്ടിയാൽ ഓക്കെ, അത് ചെയ്യാൻ പാടില്ലാത്തതിന് ഒരു വാലിഡ് റീസൺ ഉണ്ട്. പക്ഷെ അത് പറയാതെ നമ്മളോട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. ഇപ്പൊ എന്താ, ഇപ്പൊ ഒരു കർഷകന്റെ മകനോട് പറയാണ് നീ ബിസിനസ് ചെയ്യാൻ പാടില്ല, നിന്റെ അച്ഛൻ കർഷകനാണ്, നിന്റെ അപ്പൂപ്പൻ കർഷകനാണ്, അതുകൊണ്ട് നീ അത് ചെയ്യാൻ പാടുന്നു പറഞ്ഞാല് ആ പയ്യൻ ഓക്കെ ഇതുപോലെ ചിന്തയുള്ള ആളാണെങ്കിൽ അവൻ ചോദിക്കും, തിരിച്ചു ചോദിക്കും എന്താണ് ചെയ്യാൻ പാടില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ആലോചിക്കും. സെയിം പ്രിൻസിപ്പിൾ എനിക്കുള്ളത്. ഇപ്പം ഓക്കെ അവിടെ ആരും ചെയ്തിട്ടില്ല, ഇവരാരും ചെയ്തിട്ടില്ല, അവിടെ എനിക്ക് ചെയ്യാൻ പാടുന്നുള്ളൂ, അത്രേ ഉള്ളൂ.